Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങളാകാനും സത്യവിശ്വാസികളിൽ ഉൾപ്പെടാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. അതേസമയം ഒരാൾ മുസ്ലിം ആവുക എന്നതോടുകൂടി അള്ളാഹുവിൻ്റെ കടുത്ത പരീക്ഷണങ്ങൾക്ക് അയാൾ വിധേയനായിത്തീരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായത് അമ്പിയാക്കന്മാരാണ്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള അമ്പിയാക്കന്മാരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമായി. കാരണം അമ്പിയാക്കന്മാർ അവരുടെ ഇസ്ലാമിക മൂല്യങ്ങളെ തെളിയിച്ച് കാണിക്കേണ്ട ബാധ്യത അവർക്കുണ്ടായിരുന്നു. ഈ വസ്തു നമുക്ക് ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമായി. കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന്, രാജ്യത്ത് നിന്ന്, ഭരണകൂടത്തിൽ നിന്ന് കടുത്ത പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു. മൂസാ നബി അലൈഹി സ്വലാമിനും ഭരണാധികാരികളിൽ നിന്ന് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. മൂസാ നബി അലൈഹി സ്വലാമിന് നേരിടേണ്ടി വന്നത് മുഴുവൻ ഫിർഔനിൽ നിന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നമ്രൂദിൽ നിന്നാണ്. അങ്ങനെ ചരിത്രത്തിൽ നമ്മൾ അമ്പിയാക്കന്മാരെയൊക്കെ പരിശോധിച്ചാൽ അവരെ എതിരിട്ടത് സമൂഹത്തിലെ അധികാരി വർഗങ്ങളായിരുന്നു. മതപരമായ എതിരിടലല്ല അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. പകരം രാഷ്ട്രീയപരമായ ഭരണകൂടത്തിൻ്റെ വളരെ ആസൂത്രിതമായ എതിർപ്പുകളെയും പരീക്ഷണങ്ങളെയുമാണ് അമ്പിയാക്കന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം അമ്പിയാക്കന്മാർ സമർപ്പിച്ച ഇസ്ലാം അങ്ങനെയുള്ളതായിരുന്നു. ഒരാത്മീയമായ, ആരാധനാപരമായ, അനുഷ്ഠാനപരമായ ഒരു ഇസ്ലാമിനെ അല്ല
അമ്പിയാക്കന്മാർ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത്. പകരം അമ്പിയാക്കന്മാർ സമർപ്പിച്ചത് ജീവിതത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഇസ്ലാമിക സമ്പൂർണ്ണ ജീവിതത്തെയായിരുന്നു. അങ്ങനെ സമ്പൂർണ്ണ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും അമ്പിയാക്കന്മാർ കടന്നു ചെന്നു. അവരുടെ വേദഗ്രന്ഥങ്ങൾ കടന്നു ചെന്നു. സ്വാഭാവികമായും ആ മേഖലയിലുള്ളവരൊക്കെയും അമ്പിയാക്കന്മാർക്കും ഇസ്ലാമിനും എതിരായി തീർന്നു എന്നത് സ്വാഭാവികമാണ്. നല്ലൊരു ഉദാഹരണം മൂസാ നബി അലൈഹി ഇസ്ലാം തന്നെയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല പ്രവാചകനായി നിയോഗിച്ചിട്ട് അള്ളാഹു ആദ്യം പറയുന്നത് തന്നെ ഭരണാധികാരിയും ഏകാധിപതിയും ധിക്കാരിയുമായ ഫിർഔന്റെ അടുക്കൽ ചെല്ലാനാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. ഏറ്റവും ആദ്യത്തെ നിർദ്ദേശം അതാണ്, നീ പോകേണ്ടത് ഫിർഔന്റെ അടുത്തേക്കാണ്. ഫിർഔൻ ഏകാധിപതിയാണ്, അയാൾ ധിക്കാരിയാണ്. അനറബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് വാദിക്കുന്നവനാണ്. ജനങ്ങളെ മുഴുവൻ തൻ്റെ കൽക്കീഴിൽ നിർത്തുന്ന ആളാണ്. യുദബ്ബിഹു അബ്നാഹും വയസ്തഹ്യി നിസാഅഹും, ആൺകുഞ്ഞുങ്ങളെ കൊല്ലുന്നവനും സ്ത്രീകളെ പീഡിപ്പിക്കുന്നവനുമാണ്. ആ ഫിർഔന്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ നിർത്തുകയും അദ്ദേഹം ജനങ്ങളെ അടിമകളാക്കുന്ന അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് കൊടുക്കുന്ന നിർദ്ദേശം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഫഅ്തിയാ ഫഖൂലാ ഇന്നാ റസൂലാ റബ്ബിക ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീൽ വലാ തുഅദ്ദിബ്ഹും. ഫിർഔൻ, ഞങ്ങൾ നിന്റെ റബ്ബിൻ്റെ പ്രവാചകന്മാരാണ്, അതുകൊണ്ട് നീ ബനൂ ഇസ്രായേലുകളെ ഞങ്ങളെ കൂടെ അയച്ചു തരണം, ഇനി അവരെ പീഡിപ്പിക്കാൻ പറ്റില്ല. മൂസാ നബിയെ പ്രവാചകനായി നിയോഗിച്ചപ്പോൾ തന്നെ അള്ളാഹ് പറഞ്ഞത് വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ വിമോചിക്കാനും അവരെ ലോകത്തിൻ്റെ നേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. അഥവാ അടിച്ചമർത്തപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് മൂസാ നബി അയക്കുന്നത്. അതുകൊണ്ട് മൂസാ നബി ആദ്യം പോകേണ്ടത് ഫിർഔന്റെ അടുക്കലേക്കാണ്. അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെ വിമോചിപ്പിക്കുക എന്നതാണ്. ഇത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒറ്റപ്പെട്ട ഉദാഹരണമല്ല. എല്ലാ അമ്പിയാക്കന്മാരും ഈ ഒരു പ്രോസസ്സിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാമുകൾ, അവരൊക്കെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഏകാധിപതികളായ ഭരണാധികാരികൾക്കെതിരെ സമരം ചെയ്യുകയും അവരുടെ ധിക്കാരപരമായ സമീപനങ്ങളെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ പേരിൽ കടുത്ത മർദ്ദന പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ജയിലുകളിൽ കഴിയേണ്ടി വരികയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തവരാണ് ഇസ്ലാമിക ചരിത്രത്തിലെ എല്ലാ ഇമാമിങ്ങളും പണ്ഡിതന്മാരും. എല്ലാ പണ്ഡിതന്മാരും, 4 ഇമാമുകളും കടുത്ത ഭരണകൂട ഭീകരതയ്ക്ക് വിധേയരായവരാണ്. ഷാഫി ഇമാം, ഹനഫി ഇമാമും, ഹംബലി ഇമാമും, മാലിക്കൊക്കെ, ഇവരൊക്കെ ഭരണകൂട ഭീകരതകൾക്ക് ഇരയായവരാണ്. ഈ ചരിത്രം മാത്രമല്ല, ഇന്ത്യയിലെ ഇസ്ലാമിക ചരിത്രവും കേരളത്തിലെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ സൈനുദ്ദീൻ മഖ്ദൂമായാലും ശരി, പോർച്ചുഗീസുകാരുടെ, ബ്രിട്ടീഷുകാരുടെ, ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ ഒക്കെ അതിന് അവർ മതപരമായി പള്ളിയിലെ കാര്യം നോക്കിയിട്ട് മദ്രസ കാര്യം നോക്കിയിട്ട് കുത്താബ് എഴുതി കഴിയല്ല ചെയ്തത്. പകരം രാജ്യത്ത് നടക്കുന്ന തിന്മകൾക്കെതിരെ പോരാടി ഭരണകൂടങ്ങൾക്കെതിരെ ശബ്ദിച്ചു, ധിക്കാരികൾക്കെതിരെ ശബ്ദിച്ചു. ആ ഒരു ചരിത്രമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. അലി മുസ്ലിയാർ ഇരു ഹറമുകളിലിരുന്ന് പഠിച്ച മഹാപണ്ഡിതനാണ്. അദ്ദേഹം പള്ളിയിലൊരു ഇമാമത്തിക്കണം മൊയ്ലാരായിട്ട് പണിയെടുത്തിട്ടേ ഇല്ല. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതാണ്. നമ്മളെ തൊട്ടടുത്തുണ്ടായിരുന്ന ഉമർ ഖാദി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തവരാണ്. മമ്പറുന്തങ്ങൾ എല്ലാവരും അങ്ങനെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഈ സൈനുദ്ദീൻ മഖ്ദൂമൊക്കെ ഇസ്ലാമിന് വേണ്ടി ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹം, നേതൃത്വം നൽകിയ അദ്ദേഹം പോർച്ചുഗീസുകാർക്കെതിരെ വളരെ ശക്തമായ നിലപാടാണ് എടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിനെ അതിൻ്റെ സമ്പൂർണ്ണ ഘടനയിൽ ഉൾക്കൊണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മുതൽക്ക് അമ്പിയാക്കന്മാർ മുതൽക്ക് ചെറിയ പണ്ഡിതന്മാർ വരെ അവരെ ആത്മീയമായ 4 അതിർത്തികൾക്കുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നവരായിരുന്നില്ല.
അവരെ ഇസ്ലാം പ്രേരിപ്പിച്ചത് തിന്മക്കെതിരെ പ്രതികരിക്കാനാണ്. അവരെ ഇസ്ലാം പ്രേരിപ്പിച്ചത് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനാണ്, അനീതിക്കെതിരെ ശബ്ദിക്കാനാണ്. ആ കർത്തവ്യം പണ്ഡിതന്മാർ നിർവഹിച്ചതായിട്ട് കാണാൻ കഴിയും. കാരണം അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. സൂറത്ത് നിസായിൽ നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നില്ല? നമ്മളോട് ചോദിക്കുകയാണ്. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആളുകൾക്ക് വേണ്ടി എന്തേ നിങ്ങൾ ശബ്ദിക്കാത്തത്? അവരെ ആകാശത്തേക്ക് കൈയുയർത്തി അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ നിന്റെ സഹായം എപ്പോഴാണ് കിട്ടുക? അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കുന്നില്ല? ഇസ്ലാമിക സമൂഹത്തിലെ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇസ്ലാമുമായുള്ള ബന്ധം ഒരു നിസ്കാരത്തിൻ്റെ, നോമ്പിൻ്റെ മാത്രം ബന്ധമല്ല, നമ്മുടെ ജീവിത മാർഗമാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ഈ ദീൻ ഇസ്ലാം മാത്രമാണ്. ആരെങ്കിലും ഇസ്ലാമല്ലാത്ത ഗൈറുൽ ഇസ്ലാമി ദീനം ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാമല്ലാത്തൊരു അവസ്ഥ സ്വീകരിക്കുന്നവൻ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല. ആ ഇസ്ലാമിനെ നമ്മൾ കണ്ട കാലം കേട്ടതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇസ്ലാമിൽ വെറും നിസ്കാരം, നോമ്പ്, ആരാധനയും മാത്രമല്ല, തിന്മക്കെതിരെയുള്ള പ്രതികരണമുണ്ട്, അടിച്ചമർത്തപ്പെട്ടവരുടെ മോചനമുണ്ട്, അസാമൂഹിക തിന്മകൾക്കെതിരെയുള്ള കാര്യങ്ങളുണ്ട്, നന്മ സ്ഥാപിക്കാനുള്ള കൽപ്പനകളുണ്ട്. സമൂഹത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ദീനുൽ ഇസ്ലാമിലുണ്ട്. അള്ളാഹ്ക്ക് അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിന് അടിമപ്പെടുക എന്നതാണ്. അതേസമയം നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത്, ലോകത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ലോകത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്ത ആളായി നിൽക്കരുത്. അല്ലാഹുവിൻ്റെ റസൂല് വളരെ കുറച്ച് ആളുകളുമായിട്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് മുസ്ലിങ്ങളോട് തുടക്കഘട്ടത്തിൽ ഇത്തിരി അനുഭാവം എന്നൊന്നും പറയാൻ വയ്യ, ചെറിയൊരു അനുഭാവമുള്ള റോമ സാമ്രാജ്യം തോൽക്കപ്പെടുന്നത്. പേർഷ്യൻ സാമ്രാജ്യം, മുശ്രിക്കുകളോട് അനുഭാവമുള്ള പേർഷ്യ റോമയെ പരാജയപ്പെടുത്തി. രണ്ട് വ്യത്യസ്ത വിദൂര രാജ്യങ്ങളാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിന് അത് അജണ്ടയായി. ഖുർആൻ്റെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിൻ്റെ പേര് റോമ എന്നാണ്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫി അദിനൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ദാ റോമ സാമ്രാജ്യം പരാജയപ്പെട്ടിരിക്കുന്നു, ഏതാനും കൊല്ലത്തിനുള്ളിൽ റോമ ജയിക്കും. ഖുർആൻ പ്രഖ്യാപനം നടത്തി. കാരണം റോമയുടെ പരാജയത്തോട് ചേർന്ന് അവരുടെ വിജയത്തെക്കുറിച്ച് ശുഭവാക്യം പറയാൻ ഖുർആൻ തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. ഖുർആനിലൂടെ നിങ്ങളെ യൂസുഫ് നബി അലൈഹി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാം പള്ളിക്ക് ഇമാമത്തുന്നതോ ഖുർആൻ അല്ലെങ്കിൽ വേദഗ്രന്ഥം ഓതിക്കൊടുത്തതോ അല്ലെങ്കിൽ മസലകൾ പറഞ്ഞു കൊടുത്തതോ ഒന്നും ഖുർആനിലില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ മുഴുവൻ ഈജിപ്ത് ഭരിച്ച ഭരണക്രമത്തെക്കുറിച്ചുള്ള ചരിത്രമാണ്. ഈജിപ്തിൽ വരാനിരിക്കുന്ന വരൾച്ചയെക്കുറിച്ച്, ഈജിപ്തിൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച്, അതിനെ എങ്ങനെ നയിക്കണമെന്ന് ഒരു പ്രവാചകൻ ഈജിപ്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൻ്റെ നിർദ്ദേശങ്ങളാണ് ആ സൂറത്ത് യൂസുഫിൽ ഉടനീളമുള്ളത്. സൂറത്ത് യൂസുഫിൽ മുഴുവനുമായിട്ട് അതാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ റസൂലുള്ളാഹിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ, റസൂലിൻ്റെ 23 വർഷത്തെ ചരിത്രത്തിൽ എത്ര യുദ്ധങ്ങൾ നടത്തി, എത്ര മുന്നേറ്റങ്ങൾ നടത്തി, എത്ര മുന്നേറുകൾ നടത്തി. അദ്ദേഹം കത്തെഴുതുന്നത് ഏതെങ്കിലും മതപുരോഹിതന്മാർക്കല്ല, ഭരണാധികാരികൾക്കാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കത്തെഴുതുന്നത് ഭരണാധികാരികൾക്കാണ്. കാരണം ആ ഭരണാധികാരി ഇസ്ലാമിലേക്ക് അനുഭാവം വരുന്നതോടുകൂടി രാഷ്ട്രീയപരമായ മാറ്റത്തോടുകൂടി വലിയൊരു സമൂഹത്തിൻ്റെ മാറ്റമുണ്ടാകുമെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ലോകത്തെ അറിയപ്പെട്ട ഭരണകൂടങ്ങൾക്കെതിരെ, അവരുടെ അനീതിക്കെതിരെ ഇസ്ലാം യുദ്ധം ചെയ്തു. അവയെ ഇസ്ലാമിക മൂല്യങ്ങളിലേക്കും നീതിയിലേക്കും കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 4 സഹാബാക്കൾ ഭരണാധികാരികളാണ് അവർ. ഉമർ ബിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മൾ അദ്ദേഹത്തെ പഠിക്കുമ്പോൾ ഒരു സാത്വികനായ ഒരു മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. പക്ഷെ അവിടെ അവസാനിക്കുന്നില്ല. അദ്ദേഹം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഇസ്ലാം ഭരണം നടത്തിയ ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഭരണാധികാരികളാണ്. അതിനുശേഷം വന്ന ഭരണാധികാരികളോട് പോരാടിയ ചരിത്രങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തൊരു പാവത്താ മുസ്ലിമിനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല.
താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, അതിൽ ഇസ്ലാമികമായ നിലപാട് സ്വീകരിക്കാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ്. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടും അള്ളാഹിൻ്റെ ദീനിനോടും ഇസ്ലാമിനോടുമാണ്. അങ്ങനെ പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. കുല്ലിക്കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഇഖ്തറബ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. നിങ്ങളെ മാതാപിതാക്കൾ, മക്കൾ, കച്ചവടം, കൃഷി എല്ലാം ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു, ഇതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം അള്ളാഹിനെ ആയിരിക്കണം, അള്ളാഹിൻ്റെ റസൂലിനെ ആയിരിക്കണം, ഇസ്ലാമിക മാർഗത്തെ ആയിരിക്കണം. അതല്ല, ഈ 3 മാർഗത്തിന് പകരം മറ്റുള്ള ഭൗതിക ബന്ധങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടം ഇസ്ലാമിനോടാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനോടാണ്. അള്ളാഹ് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹിൻ്റെ റസൂലിനെയാണ്. നമ്മുടെ ഏറ്റവും കാരണം നമുക്കിതൊക്കെ പഠിച്ചു തന്ന അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്നേഹിക്കണം. ആ ഇസ്ലാമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ 5 നേരം നിസ്കാരത്തിൽ വന്ന് പ്രഖ്യാപിക്കുന്നവരാ. ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ഈ ജീവിതം അള്ളാഹ്ക്കാണ്, എൻ്റെ മരണവും അള്ളാഹ്ക്കാണ്, നിസ്കാരം അള്ളാഹ്ക്കാണ്, ആരാധന അള്ളാഹ്ക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് മുസ്ലിം. അപ്പോൾ നമുക്ക് മറ്റൊരു താല്പര്യമില്ല, അള്ളാഹുടെ ദീനാണ് താല്പര്യം. അവൻ്റെ ദീന് വിജയിക്കണം, അവൻ്റെ ദീനിൻ്റെ നന്മ ഉണ്ടാകണം, അവൻ്റെ ദീനിൻ്റെ ദീൻ പറയുന്ന തിന്മകൾ ഈ സമൂഹത്തിൽ ഇല്ലാതാകണം, ആ ദീൻ പറയുന്ന നീതി സമൂഹത്തിൽ പുലരണം. ഇതായിരിക്കും ഒരു മുസ്ലിമിൻ്റെ നിലപാട്. അതേസമയം നമ്മൾ പഠിച്ചു നോക്കണം, ദേശീയ അന്തർദേശീയ രംഗത്തും പ്രാദേശിക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കി. കുറഞ്ഞ കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം ഇസ്ലാമിക സമൂഹത്തെ അങ്ങേയറ്റം അതിഭീകരമായ രൂപത്തിൽ ഇസ്ലാമിക സമൂഹത്തിനെതിരെയുള്ള നിലപാടുകളാണ് ഭരണകൂടങ്ങൾ സ്വീകരിക്കുന്നത്. ആസാമിലും ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലും ഇന്ത്യ രാജ്യത്തും വരുന്ന നിയമങ്ങൾ ഇസ്ലാം വിരുദ്ധമായ നിയമങ്ങളായി മാറുകയാണ്. ഒന്ന് പഠിച്ചു നോക്കിയ വഖഫ് വന്നു, മുഴുവൻ വഖഫുകളും തട്ടിയെടുക്കാവുന്ന രൂപത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. ആ വഖഫ് വന്നപ്പോൾ മുസ്ലിങ്ങളല്ലേ എന്ന് വിചാരിച്ചവർക്ക് ഇപ്പോൾ അതാ FCRൻ്റെത് വന്നു. FCRൻ്റെത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശത്ത് നിന്ന് ആരെങ്കിലും സദഖയായിട്ടോ സക്കാത്തായിട്ടോ ഇസ്ലാം ഇവിടെ വല്ല സേവനത്തിന് വേണ്ടി വല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അധികാരമാണ് ഇപ്പോൾ FCR ഭേദഗതിയിലൂടെ വരുന്നത്. എല്ലാം തട്ടിയെടുക്കാൻ, എല്ലാം പിടിച്ചെടുക്കാൻ, എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിനെ അപരവൽക്കരിക്കാൻ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാൻ, താനൊരു മുസ്ലിമാണെന്ന് പറയുന്നത് തന്നെ ദേശദ്രോഹപരമായി ചിത്രീകരിക്കാൻ, ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെയും സംവിധാനങ്ങളെയും അവരെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളുമാക്കി ചിത്രീകരിക്കാൻ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ അതൊക്കെ ആയിക്കോട്ടെ എന്ന് വെക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. ആ ഒരു മുസ്ലിം ഈമാനുള്ള മുസ്ലിമാണെങ്കിൽ, ദീനിനെ സ്നേഹിക്കുന്ന മുസ്ലിമാണെങ്കിൽ ഇസ്ലാമിന് അനുകൂലമായ നിലപാടുകളിൽ അയാൾ നിൽക്കേണ്ടതുണ്ട്. ഈ ദീന് നിലനിൽക്കണം, ഈ ഇസ്ലാം നിലനിൽക്കണം, ഈ മുസ്ലിങ്ങളുടെ അസ്തിത്വം നിലനിൽക്കണം, അവർക്കതിന് പറ്റുന്ന ഘടന ഉണ്ടാകണം. അതേസമയം ചിലർക്ക് അധികാരം കിട്ടിയ ഖുർആൻ പറഞ്ഞു വൈദാത്തവല്ല ചില ആളുകളെ ചില മനുഷ്യരുണ്ട് ഐഹിക ജീവിതത്തിൽ അവരുടെ സംസാരം നിങ്ങൾ കൗതുകം നിർത്തും. തൻ്റെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെടുത്താൻ അവർ അള്ളാഹുവിനെ സാക്ഷി നിർത്തും. കൊടിയ കുതർക്കികളാണ് അവർ. എന്നിട്ടോ ചില ആളുകളെ കുറിച്ച് പറയുന്നു വൈദാത്തവല്ല സഹാഫിൽ അർദിൽ യുഫ്സിദ ഫീഹാ വയുഹ്ലിക്കൽ അർദ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അധികാരം ലഭിച്ചാൽ അവർ ശ്രമിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്, കൃഷിനാശം വരുത്താനും മനുഷ്യകുലത്തെ നശിപ്പിക്കാനുമാണ് അവർ അതിന് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇത്രയും മോശമായ വർഗീയതയും വിഭാഗീയതയും ശത്രുതയും രാജ്യത്ത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ കൈകളിൽ അധികാരത്തിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അധികാരം അവരെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഇല്ലാതാക്കാനും മുസ്ലിം സമൂഹത്തെ നേരത്തെ അമ്പിയാക്കന്മാരോട് വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരണം. ഇതേ പ്രവാചകന്മാരോട് സത്യനിഷേധികൾ പറഞ്ഞ അതേ നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ അവരുടെ ദൗത്യ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് വർത്തമാനമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കണം. അള്ളാഹിനോട് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാ. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എനിക്കെൻ്റെ കാര്യം എന്ന് വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നിസ്കാരക്കാരും നോമ്പുകാരും മാത്രമല്ല അള്ളാഹ് പരലോകത്ത് ചോദിക്കുക.
ഇസ്ലാമിനെതിരെ ഇസ്ലാമിൻ്റെ നിലപാടിൽ കൂടെ നിൽക്കാത്തതിനെ കാപട്യത്തിൻ്റെ നിലപാടായിട്ടാണ് വിശദീകരിച്ചുള്ളത്. അല്ലേ? ഇസ്ലാമിക യുദ്ധങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കൂടെ നിൽക്കാത്തവരെ മുനാഫിക്കുന്നല്ലേ ഇസ്ലാം വിളിച്ചത്? തബൂക്ക് യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ കൂടെ നിൽക്കാത്തവരെ മുനാഫിക്കുന്നല്ലേ വിളിച്ചത്? ഉഹദിൽ മുസ്ലിം പക്ഷത്ത് നിൽക്കാത്തവരെ മുനാഫിക്ക് എന്നല്ലേ വിളിച്ചത്? തൻ്റെ ഭൗതിക താല്പര്യത്തിന് വേണ്ടി ഇസ്ലാമിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത നിലപാട് അത്യന്തം മോശമായ നിലപാടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ കൃത്യമായി ഇസ്ലാമിനോട് സ്നേഹമുള്ളൊരു നിലപാട് നമ്മൾ സ്വീകരിക്കണം. മുസ്ലിം സമൂഹം ഒന്നിച്ച് നിൽക്കണം, അവരൈക്യപ്പെട്ട് നിൽക്കണം. അവർ ഇസ്ലാമിക സമൂഹത്തിനും, ഇസ്ലാമിക സമൂഹം മാത്രമല്ല, ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ആളുകൾ, പീഡിതർ, മർദ്ദിതർ, എന്താ വടക്കേ ഇന്ത്യയിലും മറ്റു പല പ്രദേശങ്ങളിൽ നടക്കുന്നത്? ഓരോ ദിവസവും കരിനിയമങ്ങൾ ചുട്ടെടുക്കുകയാണ്. അവരെ പ്രീതിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ഫാസിസ്റ്റുകൾ മാത്രമല്ല, ഫാസിസ്റ്റുകളെ കൂടിയാലേ രക്ഷുള്ളൂ എന്ന് വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ തങ്ങളെ ഈടി ചോദ്യം ചെയ്യും, തങ്ങളെ മറ്റേ ചെയ്യുന്നുണ്ട് അവരെ കൂടെ കൂടുന്നവർ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ആസൂത്രിതമായി ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറയാറുള്ള വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൽ കൈകടത്തിയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ ദീനില്ലാത്തവരാക്കി മാറ്റാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ഇനി ഇസ്ലാമിക ശരീഅത്തിലെയും ഇസ്ലാമിക നിയമങ്ങളിലും കൈകടത്താൻ തുടങ്ങി. അതുകൊണ്ട് വിവാഹത്തിൽ, വിവാഹമോചനത്തിൽ, തലാഖിൽ, ഇതിലൊക്കെ ഇടപെടാൻ തുടങ്ങി. ഏക സിവിൽ കോഡ് മുഖ്യ ലക്ഷ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കാനുള്ളൊരു ഘടനയാണല്ലോ. മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ മതക്കാർക്കുമുണ്ട്. പക്ഷേ അത് മാറ്റിയിട്ട് ഒരൊറ്റ സിവിൽ കോഡ് വരിക. ഒറ്റ സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദു സിവിൽ കോഡിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതനുസരിച്ചായിരിക്കും, ഹിന്ദു സിവിൽ കോഡ് അനുസരിച്ചായിരിക്കും ഇനി സ്വത്തവകാശങ്ങൾ വിതരണം ചെയ്യപ്പെടുക, വിവാഹങ്ങൾ വരിക, മറ്റു കാര്യങ്ങൾ വരിക. മനുഷ്യൻ്റെ സിവിൽ നിയമങ്ങളൊക്കെയും ഈ ഹിന്ദു സിവിൽ കോഡ് അനുസരിച്ചാക്കി തീർക്കുക. ഇങ്ങനെ ഒരു വല്ലാത്ത വിധത്തിൽ ഇസ്ലാമിക സൊസൈറ്റിയെ, ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ അവരെ രാജ്യത്ത് അനുവദിക്കുന്ന ജനാധിപത്യ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ആളുകളെ തടയാനുള്ള മനസ്സ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോലും നമ്മൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആകെ ഇനി കേരളം മാത്രമേ ഒരു തുരുത്തായിട്ടുള്ള, കേരളത്തെ പോലും പിടികൂടാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുകയാണ്. വളരെ ആസൂത്രിതമായ ശ്രമം. അത് വന്നതോടുകൂടി ഇപ്പോൾ നിങ്ങൾ ആസാമിലുള്ള, ബംഗാളിലുള്ള, ഉത്തർപ്രദേശൊക്കെ ധാരാളം മുസ്ലിമീങ്ങളുള്ള സ്റ്റേറ്റ് അല്ലേ. ഉത്തർപ്രദേശിലൊക്കെ ഉള്ള മുസ്ലിം സഹോദരന്മാർ, ദീനി പ്രവർത്തകരായിട്ടൊക്കെ സംസാരിച്ചു നോക്കുക. വളരെ വളരെ മോശമായ നിലപാടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷം ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തൊരു വിഭാഗത്തെ പോലെയാണ് മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധമായ നിയമങ്ങൾ ചുട്ടെടുക്കുകയാണ്, മുസ്ലിം വിരുദ്ധമായ സമീപനങ്ങൾ സ്വീകരിക്കുകയാണ്. എത്ര പള്ളികളാണ് പൊളിച്ചു തീർത്തത്? ആര് കണക്ക് പറയും? ഒരു ബാബരി പള്ളി പൊളിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി ഹാലിളകി. ഇപ്പോഴോ എത്രയോ പള്ളികൾ ബുൾഡോസറുകൾക്ക് വിധേയമാകുന്നു, എത്രയോ കച്ചവട സ്ഥാപനങ്ങൾ, പേര് തന്നെ മുസ്ലിമില്ല ഇത് വരുന്ന ചില പേരിട്ട ഹൈന്ദവ സഹോദരന്മാരുടെ സ്ഥാപനങ്ങൾ പോലും തകർത്തു. പിന്നെയാണ് മനസ്സിലായത് ഇത് പേരിപ്പുറത്തുള്ള ഉടമ ഹൈന്ദവ സഹോദരനാണെന്ന് മനസ്സിലായത്. ആ സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നു, അവരുടെ ബിസിനസ് സംരംഭങ്ങൾ നശിപ്പിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് അവിടെ ഉണ്ടായിരുന്നത് പലതും മദ്രസകൾ എന്ന് പറഞ്ഞാൽ അതിലൂടെ ചെറിയ ഭൗതിക വിദ്യാഭ്യാസം കിട്ടുക, മദ്രസകളില്ലായ്മ ചെയ്തു. ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും സംവിധാനങ്ങളും FCR ഉപയോഗിച്ചു അല്ലാതെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സംഘടനകൾക്കുണ്ട്, നമ്മളെക്കാളെ ഇരട്ടി ക്രിസ്ത്യാനികൾക്കുണ്ട്. പക്ഷേ നിരവധി പ്രാവശ്യം അവർ പറയുന്നൊരു കാര്യം, ക്രിസ്ത്യാനികൾ പേടിക്കേണ്ട നിങ്ങൾക്കുള്ളത് തരും, പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കണത് വേറെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ FCRൽ കൊണ്ടുവന്നതൊക്കെ ആ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റേതാക്കി മാറ്റുന്ന മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസമ്പത്തും സംവിധാനവും തട്ടിയെടുക്കുന്ന അതിക്രൂരമായ നിയമങ്ങളാണ് വളരെ ആസൂത്രിതമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതൊക്കെ നിസ്സാരമായി കളയാൻ പാടില്ല. ആ ഘട്ടത്തിൽ നമ്മൾ വളരെ കാര്യക്ഷമമായി ആരാണ് ഫാസിസത്തെ ചെറുക്കുന്നത്, ഇപ്പം എന്താണ് മാർഗം, എല്ലാവരും ഒരു പക്ഷേ കണക്കായിരിക്കാം, പക്ഷേ താൽക്കാലികമായി ഫാസിസത്തെ ചെറുക്കാനും അവരെ രംഗത്ത് വരാതിരിക്കാനുമുള്ള നിലപാട് എന്താണോ ആ നിലപാടുകളിൽ മുസ്ലിം സമൂഹം ശക്തമായി പോകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അവസാനം ഉണ്ടാകുമ്പോൾ ഒരു ഇസ്ലാം ഉണ്ടാവില്ല, ദീനുണ്ടാവില്ല, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പിന്നെ ഈ തിന്മയോട് രാജിയായി നമ്മുടെ ജീവിതം തന്നെ മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെടും. അടുത്ത തലമുറ പൂർണ്ണമായി അവർക്ക് വിധേയമാക്കപ്പെടും. ഇവിടെയാണ് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വളരെ
നമ്മൾ ഇസ്ലാമിനെ ഇതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞത്, ഇസ്ലാം ഒരു സമഗ്ര ജീവിത പദ്ധതി ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ തീവ്രമായിട്ടും ഇസ്ലാം മതഘടനയുള്ളതായിട്ടൊക്കെ പറഞ്ഞു. നമ്മൾ വർഗീയത ഉണ്ടോ? ഒരാൾ മതപരമായ കാര്യങ്ങൾ പറയുകയും മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കും. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? ഇതര വർഗ്ഗങ്ങളോട് ശത്രുത, വിരോധം, അവരോടുള്ള ഇതൊക്കെ അല്ലേ. ഇസ്ലാം അതിനെതിരാണ്. ഇസ്ലാം വർഗീയതക്കെതിരാണ്. ഇസ്ലാമിക സൊസൈറ്റിയിൽ ഏറ്റവും സുഖമായി ജീവിക്കുന്നത് ഇതര മതവിഭാഗങ്ങളാണ്. ഇസ്ലാം മനുഷ്യരെ ഒന്നായി കാണുന്ന ദർശനം ഒരു വർഗീയതയും കടത്താൻ പാടില്ലാത്തതാണ്. മതരാഷ്ട്രവാദം നമ്മൾ കേൾക്കാനുള്ളൊരു വാക്കാണ്. യഥാർത്ഥത്തിൽ മതരാഷ്ട്രവാദം ഇസ്ലാമിനെതിരാണ്. ഇസ്ലാം അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രമുണ്ടാക്കുന്ന രാജ്യമല്ല. ഇസ്ലാമിൻ്റെ രീതിയുടെ അടിസ്ഥാനത്തിൽ അതിനനുസരിച്ച് രാഷ്ട്രഘടന രൂപപ്പെടുത്തും. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതര മതസ്ഥരെ മാറ്റി നിർത്തുകയോ മതസ്ഥരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള യൂറോപ്യൻ മതരാഷ്ട്ര സങ്കല്പം, യൂറോപ്യന്മാർ അവതരിപ്പിച്ച മതരാഷ്ട്ര സങ്കല്പം ഇസ്ലാമിന് അന്യമാണ്. അതില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മേലെ ആരോപിക്കുകയാണ്. നിങ്ങൾ ആണ് എന്ന് പറയാം. ആട് വെള്ളം കലക്കിയില്ല എന്ന് പറഞ്ഞാൽ നീയാണ് വെള്ളം കലക്കിയ എന്ന് പറഞ്ഞാൽ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി അടിച്ചു കൊല്ലുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വളരെ ഒരു മനുഷ്യരാക്രമിക്കാത്ത ഇസ്ലാമിക സംഘടനകൾ, ഒരടി നടത്താത്തവർ, ഒരു കൊലപാതകം നടത്താത്തവർ, ഒരക്രമം ചെയ്യാത്തവർ, അവരെ ഏറ്റവും വലിയ ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കുക. അതേസമയം കൊലപാതകങ്ങളുടെ കൂമ്പാരങ്ങൾ നടത്തിയവർ, അക്രമം നടത്തിയവർ, ഇവരെയൊക്കെ വിശുദ്ധീകരിക്കുക. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കാര്യക്ഷമമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധ്യത്തോടു കൂടി പൊതുസമൂഹത്തിൻ്റെ അവസ്ഥകളെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാമികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.